ഹായ്, രാത്രി സമയം 1:30 മണി. നാളെ നമുക്ക് മൈക്രോബയോളജി, നാളെയല്ല കേട്ടോ, ഇന്ന് നമുക്ക് മൈക്രോബയോളജി എക്സാമാണ്, പേപ്പർ. പക്ഷെ ഒന്നും നമ്മളെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അതേ രാത്രി കുറേ പേര് നമ്മളെ സ്റ്റഡി ഹാളിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ ഒച്ചയും ബഹളമാണ് കേട്ടോ ഈ കേൾക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ പോകുന്ന സന്തോഷമാണ്. ഞാനാണെങ്കിൽ 1.5 മാസമായിട്ടോ വീട്ടിൽ പോയിട്ട്, 1.5 1.25. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ. അങ്ങനെ റൂമിലെത്തിയപ്പോഴാണെങ്കിലും നമുക്ക് ഹോസ്റ്റൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമൊക്കെ ആകെ വലിച്ചു വാരിയിട്ടേക്കാം. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വേഗം തന്നെ വീട്ടിലേക്ക് ബാഗൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ ഞാൻ കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് വിട്ടു. പിന്നെ ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ എന്തായാലും ആഗ്രഹം. അപ്പം ഞാൻ കോഴിക്കോട് ശരവണ ഭവനിൽ കയറി. അവിടുന്ന് നല്ലൊരു മസാല ദോശയും ചായയൊക്കെയാണ് കേട്ടോ കുടിച്ചത്. ഈ മസാല ദോശ പകുതി കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറൊക്കെ നിറഞ്ഞു കേട്ടോ. അത്രയും വലിയൊരു മസാല ദോശ. പിന്നെ എക്സാം കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം നല്ല ഫുഡ് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റാൻഡിൽ സമയം 3:45 കേട്ടോ. എൻ്റെ ബസ് എടുക്കാൻ ഇനിയും 1.5 മണിക്കൂറിൻ്റെ വെയിറ്റിംഗ് ഉണ്ട്. അങ്ങനെ കുറേ നേരം സ്റ്റാൻഡിലുള്ള ആൾക്കാരൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് നേരം ബസ് കയറിയിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു മൂങ്കാലൊക്കെ കഴിച്ചു. അങ്ങനെ ഫൈനലി നമ്മളെ കാത്തിരിപ്പിനൊരവിൽ ബസ് എടുത്തിരുന്നു. അങ്ങനെ 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം എൻ്റെ നാട്ടിലെത്തി കേട്ടോ. നമ്മളെ നാടൊക്കെ ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഉപ്പ വന്നിരുന്നു കേട്ടോ. ഉച്ചക്ക് ഫുഡ് കഴിച്ചതായതുകൊണ്ട് തന്നെ രാത്രി നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലോട്ട് വിട്ടു. അങ്ങനെ അവിടേക്ക് ഞാൻ നല്ല പൊറാട്ടയും കടായി ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തത്. നല്ല ചൂട് കട്ടൻ കാപ്പിയും കുടിക്കും. ഇപ്പം നമുക്ക് തിയറി എക്സാംസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്നാൽ തിയറി കഴിഞ്ഞപ്പോൾ നമുക്ക് പകുതി ആശ്വാസം. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങി നേരെ വീട്ടിലോട്ട് വിട്ടു.